നരേന്ദ്രമോദിജിയെയും അമിത്ഷാജിയെയും നമ്മൾ കാണുന്നത് ശ്രീരാമനും ലക്ഷ്മണനും എന്നുള്ള രീതിയിലാണ്. ഈ രണ്ടുപേരും അവരുടെ പ്രവർത്തനം എന്നുള്ളത് ഈ രാജ്യത്തിന്റെ സർവ്വസാധാരണക്കാരിലേക്ക് സ്നേഹവും വിശ്വാസവും ഐക്യവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ നാടിനെ വളർത്താൻ, ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരാധനായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കൊച്ചു കേരളം. നമ്മൾ ഒരു സമ്മാനവും നൽകിയിട്ടില്ല അമിത്ഷാജിക്ക്. ഒരു MLA മാത്രമാണ് നമുക്ക് കേരളത്തിൽ ഉണ്ടായത്. അത് ആരാധനായിട്ടുള്ള ശ്രീമാൻ O രാജഗോപാൽജിക്ക് ശേഷം ഒരു കുഞ്ഞിത്താമര പോലും ഇവിടെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാനും എന്റെ കൊളീഗ്സും 7 പേർ 2ാം സ്ഥാനത്ത് വന്നു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ട് ഞങ്ങളെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് പറഞ്ഞയക്കാതെ ഈ തെരുവീതിയിൽ തന്നെ ഞങ്ങളെ നിർത്തിയെങ്കിൽ അതിന് 5 വർഷം മുമ്പ് ഇതേ 7 പേർ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ തെരുവീതിയിൽ നിർത്തി നിയമസഭയ്ക്കകത്ത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒറ്റക്കെട്ടായി അവർ പ്രവർത്തിച്ചുവെങ്കിൽ നമുക്ക് ആരാധനായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ കേരളത്തെ സ്നേഹിക്കുകയും ഹൃദയം നൽകുകയും ചെയ്തുകൊണ്ട് പറയുകയാണ്, എന്നോടും നിങ്ങളോടും സേവകരെ പോലെ പ്രവർത്തിക്കണം. ഒരു വ്യക്തി രാഷ്ട്രീയ നേതാവായാൽ, MLA ആയാൽ, MP ആയാൽ, മന്ത്രിയായാൽ, കേന്ദ്രമന്ത്രിയായാൽ സേവകരെ പോലെ പ്രവർത്തിക്കണമെന്നതിന്റെ ഏറ്റവും ഉദാഹരണമായിട്ടുള്ള മാതൃകയാണ് നമ്മുടെ ഈ ആരാധനായിട്ടുള്ള ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും. അവരുടെ കരുത്ത്, അവരുടെ സ്നേഹം, അതിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങൾ മാത്രം. അമിത്ഷാജി ഇരിക്കുന്ന വേദിയിൽ വലിയൊരു പ്രസംഗം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിവിടെ പറയാനുള്ളത്, കണ്ണൂരിലെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി ചില വീടുകളുടെ മുന്നിൽ റീത്ത് വെച്ച്, ആ റീത്ത് വെച്ചിട്ട് അവർ പറയും, നിങ്ങളെ 4 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വകവരുത്തും. അങ്ങനെ റീത്ത് വെച്ചതിന് ശേഷം നമ്മുടെ സഹപ്രവർത്തകനെ KT ജയകൃഷ്ണൻ മാസ്റ്ററെ, ഞാൻ യുവമോർച്ചയുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ആരാധനായിട്ടുള്ള KT ജയകൃഷ്ണൻ മാസ്റ്റർ യുവമോർച്ചയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെ ഒരു ക്ലാസ് മുറിക്കകത്തിട്ടുകൊണ്ട് വെട്ടിക്കീറി കൊലപ്പെടുത്തിയത്. ഈ കേരളത്തിൽ രമ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിന് TP ചന്ദ്രശേഖരന് 51 വെട്ടുവെട്ടിക്കൊണ്ടാണ് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇല്ലായ്മ ചെയ്തത്. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് അവർക്ക് കൂട്ടുകച്ചവടം നടത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഞാനും നിങ്ങളും ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ആലപ്പുഴയിലെ സഹോദരീ സഹോദരന്മാരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ ബലിദാനികളെ സൃഷ്ടിച്ചവർ മാത്രമല്ല ആലപ്പുഴയിലെ ഈ കളിക്കളത്തിലുള്ളത്. होनरेबल अमित शाह जी, ये आलपुरा पार्लियामेंट में कृषकों का एक बहुत बड़ा संज्ञा है, मछुआरों का बहुत बड़ा संज्ञा है. यहाँ आलपुरा के पार्लियामेंट कॉन्स्टिट्यूएंसी में हमारा नरेंद्र मोदी जी का जल नल पद्धति भी नहीं आती है. ये कॉन्स्टिट्यूएंसी में हमारे मोदी जी साधारण लोगों के लिए आयुष्मान भारत पद्धति का 5 लाख का एक प्रोजेक्ट इंडिया, पूरा इंडिया में चल रहा है, लेकिन यहां का फॉर्मर MP इनको भी ये आलपुरा का साधारण लोगों के बीच में देने के लिए तैयार नहीं था.